അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതേ അരി പൊടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അരി പൊടിക്കാനുള്ളതെല്ലാം ഒന്ന് കഴുകി വാരി വെച്ചിട്ടാണ് ഞാൻ പോയിന്ന് ബ്രഷ് ചെയ്യാനൊക്കെ പോയത്. ബ്രഷ് ചെയ്തിട്ടെല്ലാം വന്നപ്പോഴത്തേക്ക് അരിയിലെ വെള്ളം എല്ലാം തോർന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം പൊടിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാനായിട്ടാണ്, പുട്ടിന് വേണ്ടിയാണ്. അപ്പം ഇന്നലെ വൈകിട്ട് അരി വെള്ളത്തിൽ ഇട്ടിരുന്നു. രാവിലെ വെളുപ്പിന് എണീച്ച് അത് വാരി വെച്ച് വെളുപ്പിന് തന്നെ അത് പൊടിച്ച് ഇനി അത് വാർത്തൊക്കെ ഒന്ന് എടുക്കണം. പൊടിച്ചെല്ലാം എടുത്തതിന് ശേഷം അപ്പം രാവിലെ അരി പൊടിക്കാനുള്ളതൊക്കെയാണ്. അപ്പോൾ എല്ലാവരൊക്കെ എണീക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റ് എൻ്റെ രാവിലത്തെ ഈ ഒരു ജോലി അങ്ങ് ചെയ്ത് തീർത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പൊടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാമല്ലോ. ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇത് വറുത്തെടുക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ പൊടിയെല്ലാം വറുത്ത് എല്ലാം കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം വേണം പുട്ടുണ്ടാക്കാനായിട്ട്. ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണമല്ലോ നമുക്കൊന്ന് പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിനി ഒന്ന് അരിച്ചും കൂടെ എല്ലാം എടുക്കണം. അതൊന്ന് ആറാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം രാവിലെ കിളികളുടെ എല്ലാ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് കുറച്ച് നേരമൊക്കെ വെളിയിൽ നിന്നതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് കടുങ്കാപ്പിയൊക്കെ ഇടാനെല്ലാം കയറി. കടുങ്കാപ്പിയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം വീണ്ടും അടുക്കളയിൽ നിന്ന് പുട്ടുണ്ടാക്കാനായിട്ട് കയറുവാണേ. രാവിലെ തന്നെ നമ്മുടെ അരിയെല്ലാം പൊടിച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. പുട്ടുണ്ടാക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഇതിനു മുമ്പ് വീഡിയോയും കാണിച്ചിട്ടുള്ളതാണ്. പുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ശകലം പോലും വെള്ളം ചേർക്കാതെ കേട്ടോ പൊടി നനയ്ക്കുന്നത്. ശകലം പോലും വെള്ളം ചേർക്കാതെ പൊടി നനച്ച് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ടാണ്. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. കറി ഒന്നും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം രാവിലെ പുട്ടൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് അരി ഇന്നലെ വെള്ളത്തിലിട്ടാൽ ഞാൻ കാണിച്ചല്ലോ, വീഡിയോയിൽ കാണിച്ചല്ലോ, ഇത് വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പൊടിയെല്ലാം ഒന്ന് അരിച്ചെടുക്കട്ടെ. വറുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇനി അതെല്ലാം ഒന്ന് അരിച്ചെടുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കണം. സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പുട്ട് എന്നുള്ള പൊടി എങ്ങനെയാണ് വെള്ളം ചേർക്കാതെ നനയ്ക്കുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ നല്ല ആവി തുടങ്ങിയിട്ടുണ്ട്. വേർത്ത് പുഴുങ്ങുക എന്നൊക്കെ പറയല്ലേ, അതിൽ എല്ലായിടത്തും എനിക്കൊന്ന് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഇതുപോലെ ആവിയൊക്കെയാന്ന് തോന്നും. എല്ലാവരും പറയുന്നേക്കാം ഭയങ്കര ചൂടാണ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പകൽ വരുന്നില്ല. എന്നാണേലും മഴ എനിക്കൊന്ന് ഇടയ്ക്ക് മഴ പെയ്താന്ന് തോന്നുന്നു, ഒന്നും കൂടെ ചൂട് കൂടിയെന്ന് തോന്നും. എന്നാലും നമുക്ക് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. ഞാൻ പുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. പുതിയതായിട്ട് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ കൂടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ശകലം പോലും വെള്ളം ചേർക്കാതെ പുട്ടിൻ്റെ പൊടി എങ്ങനെ നനച്ചെടുക്കാൻ നോക്കാം. നമ്മുടെ കൈ തൊടുകയേ വേണ്ട, ഇട്ട് കുറേ നേരം ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കണ്ട, ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പുട്ടിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, പുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ പൊടി ചേർക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഇച്ചിരി വാഴയില അതിനകത്ത് വെച്ച് ആവിക്ക് വെച്ച് പച്ചപ്പൊടി ആവിക്ക് വെച്ചെടുക്കുക. തലേദിവസം എപ്പോഴാണ് എടുക്കാം, നമുക്കത് തണുത്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തലേദിവസം ആണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. തലേദിവസം അങ്ങനെ ചെയ്താൽ ഇഡ്ഡലിപ്പാത്രത്തിൽ അടച്ചു വെച്ചാലും പൊടി വലിച്ചൊന്നും പോകത്തില്ല, അഴുക്കൊന്നും ആകത്തില്ല. പൊടി അതുപോലെ തന്നെ ഇരുന്നോളും. എന്നിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ചോറ് ചേർത്തോ അല്ലെങ്കിൽ എങ്ങനെ, ഞാൻ ചോറ് ചേർത്താൽ പുട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ. തലേദിവസം ചോറ് ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്ന പുട്ട്. അതിനിപ്പോൾ അങ്ങ് പറഞ്ഞേക്കാം, അറിയാതെ വായിന്ന് വന്നു പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് പുട്ട് വെള്ളം നനച്ചാണെങ്കിലും പുട്ട് ഉണ്ടാക്കാം. അത് നമുക്ക് വറക്കാതെ പുട്ട് പൊടി കൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വറുത്താണ് എടുത്തേക്കുന്ന കാര്യം, പൊടി കുറച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട്. നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ അങ്ങനെ ആവിക്ക് വെച്ചെടുക്കരുത്, അത് കൊള്ളത്തില്ല. ആവിക്ക് വെക്കാതെ നമ്മൾ പുട്ട് അന്നേരത്തേക്ക് നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ എടുക്കാം. ഇപ്പം കണ്ണനും ചേട്ടനും വന്ന്, കണ്ണൻ അച്ഛൻ്റെ അടുത്ത് തരുന്നില്ല, അപ്പം കണ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ ചേട്ടൻ പോയതാണ്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കാനായിട്ടുള്ള എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാവേ. മിക്സിയുടെ ഇത് പൊടിയൊക്കെ ഇരിക്കുന്നത് ഞാനിപ്പോൾ അരി പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ. അരി പൊടിച്ച് ആ ജാറ് കഴുകാതെ തന്നെ അതിനകത്തിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പൊടി ഇടുമ്പോഴത്തേക്ക് കുഴഞ്ഞിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. തവിക്ക് ഞാനിപ്പോൾ ഒരു 2.5 തവി പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീരോ ഉപ്പ് പൊടിയോ എന്നെ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഉപ്പിട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ തവിക്ക് തന്നെ നമുക്ക് ഒരു 2 തവി ചോറിടാം. 2 തവി ചോറിട്ട് ഒന്ന് പൊടിക്കാം. പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ചോറ് ചേർക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചേർത്തെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. ഇപ്പോൾ വെള്ളത്തിൽ ഇട്ട ചോറാണെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറാണ്. അപ്പം നമ്മുടെ പൊടി ഞാൻ നനച്ചല്ല പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ. പൊടിച്ചു കൊണ്ടുവന്ന് ഇത് കണ്ടോ, അത് കറക്റ്റായിരുന്നു. പൊടിക്ക് ഇത്രയും ചോറ് കറക്റ്റായിരുന്നു കേട്ടോ. ഇത് കണ്ടോ,
നമുക്ക് നല്ല പോലെ ഇത് ഈ ചെറിയ ചെറിയ കട്ട നമ്മൾ തൊടുന്നതേ പൊടിഞ്ഞു പോകുന്ന കേട്ടോ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, തൊടുന്നതേ നമ്മൾ കൈ നിടുമ്പോഴത്തേക്ക് പോകും. ഇനി നമ്മൾ ഒത്തിരി നേരം വെക്കും എടുക്കും ഒന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതങ്ങ് പുട്ട് പുഴുങ്ങിയെടുക്കാം. ഈ പൊടി പൊടി പോലെ കിടക്കുന്ന കട്ടയൊന്നും നമ്മൾ പുട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൽ കാണത്തില്ല കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ നനവ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ എടുത്തേച്ച് നമ്മൾ കയ്യിലിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കട്ട പോലെ കിട്ടും. അതാണ് ഇതിൻ്റെ നനവ്. നനവ് ഇച്ചിരി കൂടിപ്പോ ഒത്തിരി അങ്ങ് കുഴഞ്ഞിരിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ പൊടി ഇട്ടെടുക്കുക, ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അതല്ല ഇത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ചോറിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ കുറച്ച് പൊടി എടുക്കാം കേട്ടോ. കാര്യം ഇച്ചിരി പൊടി ഉള്ളതിലുണ്ടല്ലോ നമുക്ക് ഒത്തിരി പുട്ടുണ്ടാക്കി എടുക്കുക. ഞാൻ ശകലം പൊടിയല്ലേ എടുത്തുള്ളതുണ്ടോ, ഇത്രയും ഉണ്ട് നമ്മൾ നനച്ചത് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഒരു 2.5 കുറ്റി പുട്ടുണ്ടാക്കാനായിട്ടുള്ള പൊടിയുണ്ട്. ഒരു ശകലം പൊടിയല്ലേ എടുത്തുള്ളൂ. നമ്മളത് ഇങ്ങനെ ചോറിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി പൊടി അങ്ങോട്ട് നമ്മൾ കുറേശ്ശെ എടുക്കാം കേട്ടോ, ഒരുപാട് എടുക്കരുത്. നമുക്ക് ആവശ്യമുള്ള കാര്യം ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ. ഇപ്പം ഞാൻ ഇനി പുട്ടുണ്ടാക്കട്ടെ. ഇതുണ്ടോ, ശകലം പൊടിയായിരുന്നു എടുത്തത്, ഇത്രയും ഉണ്ട് നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇത് കണ്ടോ, ഇത്രയും ഉണ്ട് നനച്ച് കഴിയുമ്പോഴത്തേക്ക്. നമ്മുടെ പുട്ടുകുറ്റിക്കകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, ഇവിടെ തേങ്ങ നല്ലപോലെ എടുക്കും കേട്ടോ. പുട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. നമുക്ക് ഈ പൊടി കയ്യിലെടുക്കുമ്പം തന്നെ അറിയാം കേട്ടോ, നല്ല പഞ്ഞി പോലെ പൊടിയെ തൊടുമ്പോഴത്തേക്ക്. ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പുട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ചിലർ പറയും ഷുഗറൊക്കെ ഉള്ളവർ എന്നാ ചെയ്യും എന്ന് ചോദിച്ചാൽ, ഷുഗറൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഇന്ന് വെക്കുന്ന ചോറ് വെച്ച് ഊറ്റിയെടുക്കാം, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ പുട്ട് റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണേ. കണ്ടോ, ശകലം പോലും പൊടിയാതെ നമ്മൾ തൊട്ട പൊടിഞ്ഞു പോകും കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ വെള്ളം ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. നല്ല ആവി വറക്കുന്ന നല്ല അടിപൊളി പുട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട്, ബീട്രൂട്ട് വെച്ചോ അല്ലെങ്കിൽ ക്യാരറ്റ് വെച്ചോ മുരിങ്ങയില ചീരയില നമുക്കങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും വിചാരിക്കുന്നു. ഞാൻ എന്നിട്ട് ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി. ഇപ്പോൾ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ക്യാരറ്റ് ഇല്ല. അതുകൊണ്ട് ബീട്രൂട്ട് കൊണ്ട് ഞാൻ, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീട്രൂട്ട് മെഴുക്കോട്ട് വെച്ചാലോ തോരൻ വെച്ചാലോ ഒന്നും ഇവർ കഴിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്താൽ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീട്രൂട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ശരിക്കും ഒന്നും പൊടിയണമെന്നില്ല. ഇനി നമ്മൾ പൊടിയിട്ട് പൊടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ഇടുക, ഉപ്പിടുക, ഒരു തുള്ളി ചോറ ഇടാവുള്ള കാര്യം ബീട്രൂട്ടിന് നല്ല വെള്ളമുള്ളതാണ്, അതിനകത്ത് ജലാംശം ഉള്ളതുകൊണ്ട് നമ്മളൊരു തുള്ളി ചോറും കൂടി ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ശകലം ചോറ് ഇടുന്നുള്ളൂ, ഇച്ചിരി മതി. കാര്യം നമുക്ക് നനവുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത്, വെള്ളം ഒട്ടും ചേർക്കേണ്ട, ഇങ്ങനെ പൊടിച്ചെടുക്കാം. ബീട്രൂട്ടിൻ്റെ ഇത് പൊടിച്ച് കേട്ടോ. ബീട്രൂട്ട് ഇട്ടുള്ള പുട്ടിൻ്റെ പൊടി നനച്ചല്ല പൊടിച്ചെടുത്ത്, നനച്ച് നട്ടോ വായി വരുന്നത് പൊടിച്ചെടുത്ത്. ഇത് കണ്ടോ, നല്ല കളറല്ലേ. ഇത് പുട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഈ ബീട്രൂട്ടിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ബദലി കളറാണ്. അപ്പോൾ പിള്ളേർക്ക് ഞാനിവിടെ ഒരുപാട് സൈസിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് വെക്കട്ടെ, അടുപ്പിലോട്ട് വെക്കട്ടെ. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നില്ല, എന്നെ ഇതിനകത്തിപ്പോൾ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുറ്റി തന്നെയായിട്ടാണ് ആ ഒരു പുട്ടിൻ്റെ ഇത് വന്നേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ, ഒരു വ്യത്യാസമില്ല. പൊടിച്ചെടുക്കുന്നതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക്.
ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പുട്ടും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, മുരിങ്ങയില, നമ്മൾ ചീരയിലൊക്കെ. എന്നിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാവേ. ഇങ്ങനെ ഒരേ കളറായിട്ടല്ല. ഇപ്പം ആദ്യം കുറച്ച് ബീട്രൂട്ടിലിടുക, ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ മേളിലോട്ട് ആവി അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ കളർ താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ബീട്രൂട്ടിൻ്റെ ഇടും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ ചീരയിലയും മുരിങ്ങയിലൊക്കെ ഇട്ട്, മുരിങ്ങയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുകയെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കാര്യം വെച്ചാൽ BP ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് മുരിങ്ങയിലൊക്കെ ഇട്ട് രാവിലെ പുട്ടുണ്ടാക്കി കൊടുക്കാമെങ്കിലും. മുരിങ്ങയിലൊക്കെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളത്. മുരിങ്ങയിലയുടെയും ഒരു ശകലം ചുവ വരത്തില്ല കേട്ടോ. ഒരു പച്ച കളർ മാത്രമേ പുട്ടിന് വരത്തുള്ളൂ, ശകലം പോലും ചുവ വരത്തില്ല. പിന്നെ മുരിങ്ങയില ഇട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇട്ടേച്ച് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇച്ചിരി തേങ്ങ ഇടുക. പിന്നെ മുരിങ്ങയില ഇട്ട് പൊടിച്ച പൊടി അതിൻ്റെ അടുത്തിടുക. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇച്ചിരി തേങ്ങ ഇടുക. എന്നിട്ട് ക്യാരറ്റ് പുട്ടാണ് ഞാൻ ഇത്രയും പുട്ടുണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. പിള്ളേർക്കൊക്കെ ഭയങ്കര, ഇതിനും എല്ലാം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ക്യാരറ്റ് പുട്ടിന് എന്ത് പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ബീട്രൂട്ട് ഇട്ട് പൊടിച്ചെടുത്ത പോലെ തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം അത് അതിൻ്റെ പുറത്തിടുക. എന്നിട്ട് ഇച്ചിരി തേങ്ങ ഇടുക. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് സാധാരണ നോർമൽ നമ്മൾ പൊടിയെടുത്ത് ഇങ്ങനെ പൊടിച്ചെടുത്തെടുക്കത്തില്ലേ, അങ്ങനെ അതുകൊണ്ടിടുക. അപ്പോൾ വെള്ള, ഒരു പിന്നെ മഞ്ഞ, പിന്നെ നമുക്കൊരു പച്ച, ചുവപ്പ്, അങ്ങനെ 4 കളറിൽ നമുക്കത് കിട്ടും. കിട്ടുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കത് കഴിക്കാൻ തോന്നും. ഇവിടെ അച്ചു എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ തൊടത്തേയില്ല, ബീട്രൂട്ട് എന്ന് വെച്ച് കഴിച്ചും കണ്ടിട്ടേ ഇല്ല, കൊടുത്താലും കഴിക്കത്തില്ല. ക്യാരറ്റ് ആണെങ്കിലും അതെ, ക്യാരറ്റ് അലുവയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കും, അല്ലാതെ തോരനോ അങ്ങനെ മെഴുക്കോട്ടി ഒന്നും വെച്ചാൽ കഴിക്കുക. പക്ഷേങ്കിൽ ഈ പുട്ടുണ്ടാക്കിയാൽ പുള്ളിക്കാരിക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഉറപ്പുണ്ട്, അത്രയ്ക്ക് ഇഷ്ടമാണ് അവക്കത്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായി കിടക്കുന്നത്. ഇനി ഞാനത് കുറ്റി നിരക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഈ വീഡിയോയിലൂടെ ചൂട് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ട് മടുത്ത് കാണും അല്ലേ. ഭയങ്കര ചൂടാണ്, ആവി കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അടുക്കളയിൽ നിന്ന് പുഴുങ്ങുവാണ്, വേർത്ത് കുളിച്ച് എൻ്റെ സിന്ദൂരമൊക്കെ ഇവിടെ എല്ലാം ഒളിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട്, അത് പുട്ടുകുറ്റിന്ന് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അത് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. തണുത്താലോ ഒന്നും അത് കല്ലിച്ചിരിക്കത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ചോറിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചോറ് ഒരുപാട് ചേർക്കില്ല. ബീട്രൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇല പൊടിക്കുമ്പോൾ ചോറ് നമ്മൾ സാധാരണ പൊടിക്കുന്ന പോലെ ഇച്ചിരി കൂടുതൽ എടുക്കും കേട്ടോ. കാര്യം അതിന് വലിയ ജലാംശം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ട് പൊടിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി ചോറ് ഇടാവുള്ളൂ. പിന്നെ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കുഴഞ്ഞായിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ അരിപ്പൊടി അതിനകത്തോട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്തത് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട്, ബീട്രൂട്ട് പുട്ടും കൂടെ അതിനെ എടുക്കുമ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പുട്ടും റെഡിയായി. നല്ല കളറായിട്ടുള്ള പുട്ടാണ് കേട്ടോ, നല്ല കളറാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരിയുടെ കളർ കൂടുതലുണ്ട് കേട്ടോ. നല്ല ചുമപ്പ് പോലത്തെ ഒരു, കടും ചുമപ്പല്ല, എന്നാലും നല്ല ഭംഗിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ബീട്രൂട്ട് പുട്ടും റെഡിയായി. ശകലം പോലും പൊട്ടിപ്പതിന്ന് നല്ല സോഫ്റ്റാണ്, തൊട്ടായതുകൊണ്ട് പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറ്റിക്കകത്തുനിന്ന് കുത്തിയെടുക്കുമ്പോൾ അതൊട്ട് പൊട്ടിപ്പോകത്തുമില്ല. ഇത് കണ്ടോ, ബീട്രൂട്ടിൻ്റെ കളറിൻ്റെ അനുസരിച്ച് നമ്മുടെ പുട്ടിൻ്റെ കളർ മാറും കേട്ടോ. ഇത് രണ്ടും ഞാൻ ബീട്രൂട്ട് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഒന്നിൻ്റെ കളർ കണ്ടാൽ ക്യാരറ്റ് കൊണ്ടാണ്. ഇനി അറ്റത്തിരിക്കുന്ന ബീട്രൂട്ട് ഇത് നല്ല ചുമപ്പ് കളർ ബീട്രൂട്ടായിരുന്നത്, ഒന്ന് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ലായിരുന്നേ. അതുകൊണ്ടാണ് രണ്ടും രണ്ട് കളർ വയ്ക്കുന്നത്. സെയിം സാധനമാണ്, ബീട്രൂട്ടാണ് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കളർ വ്യത്യാസം കണ്ടോ, നല്ല കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഇനി ചോറൊക്കെ വെക്കാട്ടുള്ള വിറകൊക്കെ എടുക്കാട്ടിറങ്ങാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചിമ്പ്ലാവിലോട്ടൊന്ന് നോക്കിയതാണ് കേട്ടോ. നമ്മുടെ പ്ലാവയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 എണ്ണ ഉണ്ടായുള്ളായിരുന്നു കേട്ടോ. പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കൂടുതൽ നേരം ഇങ്ങനത്തെ തീരിയായിടുന്നത് കണ്ടോ. വേണ്ടേ, ഇവിടെ നമുക്ക് പറിക്കാവുന്ന പോലെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, വേണ്ടേ. ഇത് നട്ട് വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, നമുക്ക് ഇങ്ങനെ മേളിൽ നിന്ന് അങ്ങ് മേളിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പറിക്കാവുന്ന രീതിയിൽ ഇതുണ്ട്. ഇവിടെ നല്ല ഹൈറ്റാണ് നമ്മുടെ ഇവിടെ.
ഈ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഫില്ലറയിലാക്കി വെച്ച് മണ്ണെടുത്തിട്ടാണ് ഇവിടെ നിന്നൊക്കെ. ഇതിങ്ങനെ ചെരിഞ്ഞ് കിടന്ന സ്ഥലമാണ്. എല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കും. അങ്ങേ സൈഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇനി വിറകൊക്കെ എടുക്കട്ടെ. വിറകൊക്കെ എടുത്ത് നമുക്ക് അത്യാവശ്യം വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്. പാഷൻ പൂട്ട് ഇഷ്ടംപോലെ പഴുത്ത് കിടക്കുന്നുണ്ടോ? ഇതൊന്നും ആരും കാണുന്നില്ലേ? വേണ്ട പഴുത്ത് കിടക്കുന്നു. ചെരുപ്പിട്ടുണ്ടോ? ചെരുപ്പിടോ? ഇഷ്ടം പോലെ പാഷൻ പൂട്ട് പഴുത്ത് കിടക്കുന്ന ആർക്കും വേണ്ടേ? ചെരുപ്പിട്ടുകൊണ്ട് വരാൻ പറ. ചെരുപ്പട കിടക്കുന്നെടുത്തിട്ടെ. ചെരുപ്പിടത്തേ ഇല്ല. മുറ്റത്തുറ ചുമ്മാ ചെരുപ്പിടാണെന്നുള്ളൂ. എന്നിട്ട് ആ പൊടി കൊണ്ട് പറിക്കാത്തോട്ട് കയറും. ഇത് കണ്ടോ? നിൻ്റെ കൈ എത്തുമെങ്കിൽ പറിക്കും. വിറകിരിക്കും അവിടെ, എടുക്കാൻ പാടാ. കണ്ടോ? ആണ്ടാണ്ട് പാഷം പൂട്ടാ കിടക്കുന്നതെല്ലാം പഴുത്താ. ഇങ്ങനെ ആദ്യം കിടക്കുന്ന ഒഴികെ ബാക്കി 3 എണ്ണവും പഴുത്താണ്ട് മഞ്ഞ കളറായി. വിറക്കെടുക്കാൻ വന്ന നേരെ പാഷൻ പൂട്ട് കണ്ട് അതിൻ്റെ പുറകെ പോയി. ഇതാണ് നമ്മൾ ചെയ്യുന്ന പല ജോലിയിലും നമുക്ക് താമസം വരുന്നെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. വിറകൊക്കെ നല്ലോണം ഉണങ്ങിയിരിക്കുക. ഞാൻ ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. ഫോണും കൈ പിടിച്ചുകൊണ്ട് വിറകെടുക്കൽ കിടക്കില്ല. ഇങ്ങനെ നമ്മുടെ അടുപ്പയിലായി. രാവിലെ ഉച്ചക്കത്തേക്കുള്ള ഒരു വലിയൊരു പണി നമുക്ക് അരി അടുപ്പയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ. മീന് സിലോപ്പിയാണ് കിട്ടിയേക്കുന്നത്. മീന് വെള്ളോട്ടിരിക്കാമെന്ന് വിചാരിച്ചു. വെള്ളോട്ടിരുന്ന് മീൻ കേട്ടോ. സിലോപ്പിയാണ്. അതിനി വെട്ടിയെല്ലാം ഒന്ന് എടുക്കണം. അതല്ല, ഇനി വെട്ടിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ കാണാമേ. മീനെല്ലാം വെട്ടിയെല്ലാം എടുത്തു. അത് വറക്കാനായിട്ട്, മുഴുവൻ മീനും വറക്കാനായിട്ട് എടുക്കുമായിരുന്നേ. പിന്നെ അതെല്ലാം വറക്കാനായിട്ട് ഇട്ടു. പിന്നെ നമ്മുടെ സ്വന്തം കോവലയിലെ കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചു. പിന്നെ തക്കാളിക്ക തേങ്ങ അരച്ച കറിയും നമ്മുടെ വഴുതനങ്ങ പറിച്ച് തോരൻ വെച്ചു. ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറികളൊക്കെ. ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഒക്കെ തീക്കകത്ത് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡിയായി. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി. ഇനി അച്ഛനും കൊണ്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇനി ഞങ്ങൾ ചോറ് കൊണ്ടുവന്നിട്ടുള്ള തടുപ്പം മെഴുക്കൊറ്റും കൂടെ ഒന്ന് സെറ്റായാൽ മതി. ചോറിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.